കോടികൾ ചെലവഴിച്ചുള്ള സർക്കാർ വാർഷിക ആഘോഷ പരിപാടികളെ നിശിതമായി വിമർശിച്ച് ആശാ വർക്കർമാർ. ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നടക്കുന്ന ആശാ സംഗമം സമരക്കാരെ അവഹേളിക്കലാണെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നു. ഓണറേറിയം വർദ്ധിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നാളെ സമരവേദിയിൽ ആദരിക്കും. തുടർന്ന് സമരത്തിന്റെ തുടർ പ്രഖ്യാപനവും ഉണ്ടായേക്കും. വേതന വർധന ആവശ്യപ്പെട്ട് ആശാ വർക്കർമാരുടെ സമരം 70-ാം ദിവസം പിന്നിടുമ്പോഴാണ് സർക്കാരിന്റെ കോടികൾ മുടക്കിയുള്ള വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. ദിവസം 100 രൂപയുടെ വർധനവ് ആവശ്യപ്പെട്ട ആശാ വർക്കർമാർക്ക് നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാരാണ് കോടികൾ പൊടിപൊടിക്കാൻ പോകുന്നതെന്നും വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന ആശാ സംഗമത്തിൽ CITU ആശാ പ്രവർത്തകരെ ആദരിക്കുന്നത് സമരം നടത്തുന്നവരോടുള്ള അവഹേളനമാണെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. 29-ന് നടക്കുന്ന സർക്കാർ വാർഷിക ആഘോഷ പരിപാടിയുടെ ഭാഗമായി 27-ാം തീയതി ആശാ വർക്കർമാരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് പറഞ്ഞാൽ ആശാ വർക്കർമാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ആത്മാഭിമാനമുള്ള ഒരാശാ വർക്കർ അത് വാങ്ങിക്കാൻ പോകരുത്. കാരണം കേരളത്തിലെ 26,125 ആശാ വർക്കർമാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞ 70 ദിവസമായി ഇവിടെ കിടന്ന് മഴയും വെയിലും ഈ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എല്ലാം കേട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവസം ഒരു 100 രൂപ അധികമായി വർദ്ധിപ്പിച്ച് താൽക്കാലികമായി ഈ സമരം ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഞങ്ങൾ അങ്ങോട്ട് വെച്ചിട്ട് അതിന് തയ്യാറാകാതെ അതിന് പണമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ഏകദേശം 100 കോടിയോളം രൂപ ചെലവിട്ട് അവരെ വാർഷികം ആഘോഷിക്കാൻ പോകുന്നത്. അതേസമയം സമരം 71-ാം ദിവസത്തിലേക്ക് കടക്കുന്ന തിങ്കളാഴ്ച ഓണറേറിയം വർദ്ധിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമരവേദിയിൽ ആദരിക്കും. സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരത്തിന്റെ അടുത്ത ഘട്ടത്തിന്റെ പ്രഖ്യാപനവും നാളെ ഉണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.